ദൈവത്തെ അനുഗമിക്കുന്ന ജീവിതം ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് 1 ശമൂവേൽ 12-14 കാണുന്നത്. നിങ്ങൾ യഹോവയുടെ കൽപ്പനകൾ മറക്കാതെ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് അവന്റെ വാക്കനുസരിക്കുകയും നിങ്ങളെയും നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരുന്നാൽ കൊള്ളാം. ന്യായാധിപന്മാർ ജനത്തെ നയിച്ചിരുന്ന കാലഘട്ടം അവസാനിക്കുകയും രാജഭരണം ആരംഭിക്കുകയും ചെയ്യുന്ന ഘട്ടമായിരുന്നു ഇത്. വാസ്തവത്തിൽ ദൈവം തന്നെയായിരുന്നു അവരുടെ രാജാവ്. ശമൂവേൽ തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിരമിക്കുന്ന വേളയിൽ ജനങ്ങൾക്ക് അവരുടെ പുതിയ രാജാവിനും നൽകിയ ഗൗരവമേറിയ ആത്മിക മുന്നറിയിപ്പും ഉപദേശവുമാണിത്. ഈ വചനത്തിൽ ദൈവം ഒരു വ്യവസ്ഥാപരമായ വാഗ്ദത്തമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു രാജാവ് ഉണ്ടായാൽ മാത്രം ഒരു രാജ്യം സുരക്ഷിതമാകുകയില്ല. ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ 4 കാര്യങ്ങൾ പാലിക്കണം എന്ന് ശമൂവേൽ വ്യക്തമാക്കുന്നു. ദൈവത്തെ ഭയപ്പെടുക, അവനെ സേവിക്കുക, അവന്റെ വചനത്തിൽ കീഴടങ്ങുക, അവന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുക. ഇവിടെ ശ്രദ്ധേയമായ ഒരു സത്യമുണ്ട്. ഭരണ സംവിധാനങ്ങൾ മാറിയാലും ദൈവത്തിന്റെ പരമാധികാരം മാറുന്നില്ല. ജനങ്ങളും അവരെ ഭരിക്കുന്ന രാജാവും ഒരേപോലെ ദൈവത്തിന്റെ കീഴിലായിരിക്കണം. രാഷ്ട്രീയമായ മാറ്റങ്ങളെക്കാൾ ഉപരിയായി ആത്മീകമായ അനുസരണയ്ക്കാണ് ദൈവം മുൻഗണന നൽകുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ഒരു രാജാവിന്റെ പിന്നാലെ പോകുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തെ അനുഗമിക്കുന്നവരായി തുടരണമെന്നാണ്. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ, പുതിയ ജോലി ലഭിക്കുമ്പോഴോ പുതിയ സ്ഥാനമാനങ്ങൾ വരുമ്പോഴോ കുടുംബത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴോ നമുക്ക് ദൈവത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞു പോകാറുണ്ട്. എന്നാൽ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തതയ്ക്ക് മാറ്റമുണ്ടാകരുത്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുമ്പോൾ ദൈവഭയം വർദ്ധിക്കുകയാണ് വേണ്ടത്. ആത്മീകമായ ഈ സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം എന്നും നിലനിൽക്കുവാനുള്ള അടിസ്ഥാനമായി മാറുന്നു. ഈ അനുഗ്രഹം അനുഭവിക്കുവാൻ നാം ആദ്യം ദൈവഭയം വളർത്തിയെടുക്കണം. ദൈവഭയം എന്നത് പേടിയല്ല, മറിച്ച് അവനെ ആദരിച്ചുകൊണ്ടുള്ള സ്നേഹ കൊണ്ടുള്ള അനുസരണമാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് നോക്കി വേണം മുൻപോട്ട് പോകുവാൻ. അവനെ സ്നേഹിക്കുന്നതും അവന്റെ വചനത്തിന് കീഴടങ്ങുന്നതും നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകണം. വ്യക്തിപരമായ ആഗ്രഹങ്ങളെക്കാൾ ദൈവത്തിന്റെ ഇഷ്ടം തിരഞ്ഞെടുക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ അവനെ അനുഗമിക്കുന്നവരാകുന്നത്. കാലങ്ങൾ മാറിയാലും ഭരണകൂടങ്ങൾ മാറിയാലും ദൈവത്തെ അനുഗമിക്കുന്നവർക്ക് ലഭിക്കുന്ന സംരക്ഷണത്തിനും സമാധാനത്തിനും ഒരു മാറ്റം സംഭവിക്കുകയില്ല. ഭരണാധികാരികളും സംവിധാനങ്ങളും മാറിയേക്കാം. ദൈവത്തെ അനുഗമിക്കുന്നവർക്ക് ലഭിക്കുന്ന സംരക്ഷണത്തിനും സമാധാനത്തിനും ഒരു മാറ്റവും സംഭവിക്കുകയില്ല. ഭരണാധികാരികളും സംവിധാനങ്ങളും മാറിയേക്കാം, പക്ഷെ ദൈവത്തെ അനുഗമിക്കുന്നവർക്ക് അവന്റെ സാന്നിധ്യവും അനുഗ്രഹവും മാറാത്ത ഉറപ്പായിരിക്കും. ഗോഡ് ബ്ലസ് യു.